ഇന്നലെ പോലും ഒരു ചടങ്ങിൽ പങ്കെടുക്കവേ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ശ്രമങ്ങളെ ഇല്ലാതാക്കാനുള്ള ചില നീക്കങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ചില ആളുകൾ നടത്തി. അനുരഞ്ജന ശ്രമങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കവേ അതില്ലാതാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി എന്ന് വളരെ നിരാശനായി ഇന്നലെ ഒരു ചടങ്ങിൽ കാന്തപുരം പറഞ്ഞതാണ്. അതിന് പിന്നാലെ ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടായി എന്ന് പറയുന്നു. അത് ആശാവഹമാണ്. ഒരുപക്ഷെ നിമിഷപ്രിയയുടെ കുടുംബത്തിന്, നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിക്കുന്ന എല്ലാവർക്കും വലിയ പ്രതീക്ഷ പകരുന്ന ഒരു തീരുമാനം വന്നിരിക്കുന്നു. ആ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായി എന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്നും അറിയുന്നത്. എന്തൊക്കെ മറ്റു വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട് ഷാഹദ്? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നതും അത് തന്നെയാണ്. അതായത് വധശിക്ഷ റദ്ദാക്കാനുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഈ കുടുംബവുമായി സംസാരിച്ച ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം എന്തായാലും വരുന്നുണ്ട്. പ്രജിൻ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഇതിൽ ഒരു വിഭാഗം ആളുകൾ, അത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടുത്തെ ഈ പോസ്റ്റുകളിൽ പോയിട്ട് അറബിയിൽ തർജ്ജമ ചെയ്ത് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന തരത്തിൽ പോസ്റ്റുകൾ ഇടുന്നത്, അല്ലെങ്കിൽ കമന്റുകൾ ഇടുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. അത് ആരൊക്കെയാണെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന ആളുകൾക്കുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അത്തരം ഒരു ചർച്ചയിലേക്ക് പോകേണ്ടതല്ല, സാഹചര്യം മറ്റൊന്നാണ് എന്നുള്ളത് കൊണ്ടാണ് ആരും അത്തരം വിഷയങ്ങളിലേക്ക് പോകാത്തത്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഇതിനു മുൻപ് എല്ലാവരും ഓർക്കുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനു മുൻപ് ഈ വിഷയത്തിൽ ഒരു വാർത്ത കഴിഞ്ഞ ദിവസവും നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം ശുഭസൂചനകൾ ഈ വിഷയത്തിൽ നടക്കുന്നു, അല്ലെങ്കിൽ നല്ല ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത്. അതിന് തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഇന്ന് ഇത്തരത്തിൽ ഈ വധശിക്ഷ താൽക്കാലികം, അല്ലെങ്കിൽ വധശിക്ഷ റദ്ദ് ചെയ്യാനുള്ള ഒരു തീരുമാനം ആ കുടുംബം സ്വീകരിച്ചിട്ടുള്ളത്. അല്പം മുമ്പ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ട് സംസാരിച്ച പ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോൾ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ തന്നെ പ്രധാനമായിട്ടും ഈ സഹോദരന്റെ പേര് ഉയർത്തി കാണിക്കുകയും സഹോദരന്റെ പ്രതിഷേധവും ഒരു ഭാഗത്ത് നമ്മൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ ഈ തലാലിന്റെ അനന്തരാവകാശികൾ, അതുപോലെ തന്നെ ഉമ്മ ഉപ്പ, ഇവരുടെ സമ്മതവും അതുപോലെ തന്നെ ഇവരുടെ ഒപ്പുമാണ് ഈ വിഷയത്തിൽ ആവശ്യമുള്ളത്. ഇവരുടെ സമ്മതമുണ്ടെങ്കിൽ ഈ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ തുടക്കം മുതൽ തന്നെ ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ വിവാദങ്ങളും ഒക്കെ തുടരുമ്പോഴും ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പ്രധാനമായിട്ടും ഈ വിഷയങ്ങളെ ഒന്നും തന്നെ വകവെക്കാതെ ഈ കുടുംബവുമായിട്ട് നേരിട്ട് സംസാരിക്കാനാണ് അവർ തയ്യാറായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആ കുടുംബവുമായിട്ട് സംസാരിക്കാൻ ഈ സൂഫി പണ്ഡിതർക്ക് സാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അവരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്, അവരുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ വധശിക്ഷ റദ്ദാക്കാൻ അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കാനുള്ള ഒരു ധാരണയിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്നും അത്തരം വിശദാംശങ്ങളാണ് നമുക്ക് നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, കുടുംബത്തെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ കുടുംബത്തെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എന്തായാലും ഈ ഇവിടുത്തെ സൂഫി പണ്ഡിതർക്കും അതുപോലെ തന്നെ മതപണ്ഡിതർക്കും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന മറ്റുള്ള ആളുകൾക്കും സാധിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം അത്രയേറെ നിർണായകമായിട്ടുള്ള ചർച്ചകളായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും തീരുന്നില്ല. കാരണം ഇതിൽ ഇനിയും ഒരുപാട് സങ്കീർണതകളുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അത് അവിടെ ഒരു വലിയൊരു വിഭാഗത്തിന് തന്നെ അവർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഒരുപാട് പേരെ ഈ വിഷയത്തിൽ ഇനിയും അനുനയിപ്പിക്കണം. പക്ഷെ നമ്മൾ പറഞ്ഞത് സാങ്കേതികമായിട്ട് ഈ തലാലിന്റെ അനന്തരാവകാശികൾ, അതുപോലെ തന്നെ ഉമ്മ ഉപ്പ എന്നിവരുടെ സമ്മതം ഈ വിഷയത്തിൽ ലഭിച്ചാൽ തന്നെ നിമിഷപ്രിയയെ നമുക്ക് മോചിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ വധശിക്ഷ റദ്ദാക്കാനുള്ള ഒരു തീരുമാനം ഇവർ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ലഭ്യമാകുന്ന വിവരമാണ്. പക്ഷെ അപ്പോഴും നിമിഷപ്രിയയെ ഈ വിഷയത്തിൽ നിന്ന്, അതായത് ജീവപര്യന്തം വേണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ആ കുടുംബത്തിന് അതായത് പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ ബ്ലഡ് മണി വാങ്ങി ഇവരെ മോചിപ്പിക്കുകയാണോ അതോ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കാനാണോ തീരുമാനിക്കേണ്ടത് എന്ന കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട്. അതാണ് നമുക്കിനി മനസ്സിലാക്കുന്നത്. തുടരുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.